മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്തൊരു പക്ഷിയാണ് കാക്ക. എന്തിനാണ് ഇത്ര ദേഷ്യം എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ളൊരു ഉത്തരമില്ലതാനും. സത്യത്തിൽ മഹാ ഉപദ്രവകാരികളും വൃത്തികെട്ട ശബ്ദത്തിനും ഉടമയുമായിട്ടുള്ള മയിലിൻ്റെ ഈ മായിക ഭംഗിയിൽ നമ്മളൊക്കെ വീണുപോയി. അതുകൊണ്ട് തന്നെ മയിലിനെ പുകഴ്ത്താൻ 100 നാവാണ് നമുക്ക്. ആ പീലി ഭംഗിയല്ലാതെ മയിലിനെ ദേശീയ പക്ഷിയാക്കാനുള്ള വേറൊരു കാരണവും എനിക്ക് തോന്നിയിട്ടില്ല. കറുപ്പ് നിറമായി പോയി എന്ന ഒറ്റ കാരണത്താലാണ് കാക്കയോട് നമുക്ക് ഇത്രയും വെറുപ്പും മറപ്പുമൊക്കെ. ദിവസവും കുളിച്ച് ഭംഗിയായി തൂവലുകളൊക്കെ മിനുക്കി തടവി വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവരാണ് കാക്കകൾ. അതൊന്നും കൂടാതെ മുടിഞ്ഞ ബുദ്ധിയുമാണ് കാക്കകൾക്ക്. നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കാണുന്ന കാക്കയുടെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് കോർവസ് സ്പ്ലെൻഡൻസ് എന്നാണ്. സ്പ്ലെൻഡൻസ് എന്ന ഈ സ്പീഷീസ് നാമത്തിൻ്റെ ലാറ്റിനിലെ അർത്ഥം തന്നെ അതിബുദ്ധി എന്നാണ്. കോർവസ് ജനസിൽ തന്നെ പെട്ട റാവൺ എന്ന് പറയുന്ന ഒരു ഇനം കാക്കകളുണ്ട്. അതേപോലെ തന്നെ കാലിഡോണിയൻ കാക്കകളുണ്ട്. ഇവരൊക്കെ ബുദ്ധിയുടെ കാര്യത്തിൽ ജഗജില്ലികളാണ്. അതുകൊണ്ട് കാക്കകളുടെ കാര്യത്തിൽ തിലകൻ മണിച്ചിത്രത്താഴിൽ പറഞ്ഞ ആ ഡയലോഗ് ഉണ്ടല്ലോ, ആളെ ശരിക്കും ഒന്നും മനസ്സിലായില്ല എന്നാണ് തോന്നുന്നത്. രാവണല്ല 10 തലയുള്ള രാവണനാണ് ഇവനെന്ന് പറയേണ്ടി വരും. അപ്പോൾ കാക്കയുടെ മഹത്വങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ കാക്കയെ വെറുക്കാനുള്ള പല കാരണങ്ങളും പലരും പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് കെട്ടഴിച്ച് നോക്കാം. പ്രധാനമായിട്ട് ഇവരൊരു ശല്യക്കാരായിട്ടാണ് പണ്ടേ നമ്മളൊക്കെ കണ്ടിരുന്നത്. മുറ്റത്ത് വല്ലതും ഉണക്കാനിട്ടാൽ ഒറ്റക്ക് തിന്നുന്നതും കൂടാതെ ഇവിടെ സദ്യ കൊണ്ട് ഓടിവായോ എന്ന് ഉറക്കെ കരഞ്ഞു കൂട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടുപോയി കൂടി ചെയ്യും. അതുകൊണ്ട് തന്നെ കൊപ്രക്കളത്തിലും നെല്ലുണക്കാനിട്ട മുറ്റത്തുമൊക്കെ പേടി സ്വപ്നം കാക്കകൾ തന്നെയാണ്. അതുപോലെ കാത്ത് നോറ്റ് അടയിരുന്ന് കോഴി മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊന്ന് കിയോ എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ കാക്കകളെത്തി അവയൊക്കെ റാഞ്ചി കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് കാക്കച്ചിറകും തെറ്റാലിയും വറ്റൽമുളകും വെളുത്ത തുണിയും ഒക്കെ കെട്ടി ഞാഴ്ത്തിയിട്ടിട്ടൊക്കെ ഇവരെ പേടിപ്പിക്കാൻ നോക്കും. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ കൃഷിയിടങ്ങളിലൊക്കെ കാക്കകളെയും പക്ഷികളെയും ഒക്കെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ട് കാക്കക്കോലങ്ങൾ എന്ന പേരിൽ ചട്ടിത്തലയും അതിലുണ്ട കണ്ണൊക്കെ വരച്ച് വൈക്കോല് കൊണ്ട് കയ്യും കാലും ഒക്കെ ഉണ്ടാക്കിയിട്ട് കുത്തി നിർത്തുന്ന കോലങ്ങളുണ്ടല്ലോ. ഇത്തരത്തിലുള്ള കോലങ്ങൾ കണ്ണേറ് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള അന്ധവിശ്വാസത്തിൻ്റെ മുകളിൽ ചിലപ്പോൾ വീടൊക്കെ പണിയുമ്പോഴും മുന്നിൽ കൊത്തി വെക്കാറുണ്ട്. എങ്കിലും അതിൻ്റെ മുകളിൽ വന്ന് കാക്ക കുത്തിരിക്കുന്നുണ്ടാവും. അയ്യപ്പൻ്റെ അമ്മ ചുട്ട നെയ്യപ്പോ ഒക്കെ ചെക്കൻ്റെ കയ്യിൽ നിന്നും കാക്ക കൊത്തിപ്പാറും എന്നുള്ളത് കഥയിൽ മാത്രമല്ല നേരിട്ടും അനുഭവമുള്ള അമ്മമാരൊക്കെയും എപ്പോഴും കാക്കകളെ പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ കയ്യിലെടുത്ത് മുറ്റത്തും പറമ്പത്തും നടന്ന് തീറ്റുന്ന അമ്മമാരുടെയൊക്കെ പേടി സ്വപ്നമായിരുന്നു കാക്കകൾ. അതുപോലെ പഴയ കാലത്തൊക്കെ വീട്ടിന് പുറത്ത് മുറ്റത്തും തെങ്ങിൻ കുഴിയിലൊക്കെ നിന്നാണല്ലോ മീനൊക്കെ വൃത്തിയാക്കുക. കണ്ണൊന്ന് തെറ്റിയാൽ ചട്ടിയിൽ നിന്നും മീനും കൊണ്ട് കാക്ക പോകും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ പലപ്പോഴും കാറ്റിൽ വീഴുന്ന മാമ്പഴത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം, കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, കാക്കച്ചി കൊത്തി പോകും എന്ന്. അപ്പോൾ പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങളിലെ പഴങ്ങളും കായ്കളും ഒക്കെ കൊത്തി തിന്ന് കാക്കകൾ വലിയ ശല്യം കൃഷിക്കാർക്ക് ചെയ്യാറുമുണ്ട്. ഇതൊന്നും കൂടാതെ നഗരങ്ങളിലും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഒക്കെ മൊത്തം സീൻ കോൺട്രാ ആക്കും ചിലപ്പോൾ കാക്കകൾ. കാക്ക തൂറി എന്നാ തോന്നുന്നത് എന്ന് ജഗദീഷ് സ്റ്റൈലിൽ പറയേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതോടുകൂടി ആ സ്ഥലത്തെ തന്നെ നമ്മൾ വെറുത്തു പോകും. ആ സ്ഥലത്തിൻ്റെ അഴകും ആകർഷണത്വവും ഒക്കെ ആ ഒരു കാക്കത്തൂറലിൽ തീരുകയും ചെയ്യും. അതേപോലെ വൈകുന്നേരങ്ങളിലൊക്കെ ബസ് സ്റ്റോപ്പുകളിലൊക്കെ ബസ് കാത്തു നിൽക്കുമ്പോഴൊക്കെ പലപ്പോഴും വേനൽക്കാലത്ത് നമുക്ക് കുട ചൂടി നിൽക്കേണ്ടി വരുന്നത് ഈ കാക്കക്കൂട്ടങ്ങളെ പേടിച്ചിട്ടാണ്. അതേപോലെ കാക്കകൾ പലതരത്തിലുള്ള അഴുക്കുകളും കൊത്തിക്കൊണ്ടുവന്ന് നമ്മുടെ വാട്ടർ ടാങ്കിലും വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്തും ഒക്കെ കൊണ്ടിടും. അതിൻ്റെ അകത്തിട്ട് കഴുകിയെടുക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വയറിളക്ക രോഗങ്ങൾ പോലുള്ളതും ഒക്കെ പടർത്താൻ കാക്കകൾ ഒരു കാരണക്കാരാണ്. ഇവർ സ്വാഭാവികമായിട്ടില്ലാത്ത പല രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ഗൾഫിലും ഒക്കെ ഇവരൊരു പ്രധാനപ്പെട്ട ഉപദ്രവകാരികളായിട്ടുള്ള അധിനിവേശ പക്ഷികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 1940-ലൊക്കെയാണ് കിഴക്കൻ ആഫ്രിക്കയിലൊക്കെ ഇന്ത്യൻ കാക്കകൾ, ഇന്ത്യൻ ഹൗസ് ക്രോസ് എന്ന് പറയുന്ന നമ്മുടെ നാടൻ കാക്കകൾ എത്തുന്നത്. സ്വാഭാവികമായിട്ടുള്ള ഇവർക്ക് ഇരപിടിയന്മാരാരുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ എണ്ണം പെരുകി അവിടെയുള്ള തദ്ദേശീയമായിട്ടുള്ള പല പക്ഷികളുടെയും അതിജീവനം തന്നെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ ഇവരുടെ എണ്ണം പെരുകാൻ തുടങ്ങി. പലതരം പക്ഷികളുടെയും മുട്ടകൾ തിന്നുക, അവയെ ആക്രമിക്കുക, അതേപോലെ ഹോട്ടൽ ടൂറിസം വ്യവസായത്തിനൊക്കെ വലിയ ഭീഷണിയാകുന്ന വിധത്തിൽ അവിടെയൊക്കെ കാക്കക്കൂട്ടങ്ങൾ സ്ഥിരമായിട്ട് തമ്പടിക്കുക. ഇവർ പ്രധാനമായിട്ടും ഭക്ഷണം മനുഷ്യരുണ്ടാക്കുന്ന പലതരത്തിലുള്ള വേസ്റ്റുകളാവുകയും അവിടെയുള്ള പലതരത്തിലുള്ള പ്രാണികളെയും ഷഡ്പദങ്ങളെയും ഒക്കെ തിന്ന് അവയുടെ എണ്ണ നിയന്ത്രിച്ചിരുന്ന തദ്ദേശീയമായിട്ടുള്ള പക്ഷികളൊക്കെ ഒഴിഞ്ഞു പോവുകയും ചെയ്തതോടുകൂടിയിട്ട് കൃഷി പോലും അസാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അതേസമയം കൃഷിസ്ഥലത്ത് കൊണ്ടിടുന്ന ധാന്യങ്ങളും വിത്തുകളും ഒക്കെ ഈ കാക്കക്കൂട്ടങ്ങൾ തിന്നു തീർക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ കുഗ്രാമങ്ങളിലെ ജനങ്ങളുടെയൊക്കെ വരുമാനം പോലുമായിരുന്നു ഇത്തരത്തിലുള്ള കോഴി വളർത്തലൊക്കെ. ഈ കോഴിക്കുഞ്ഞുങ്ങളെ മുഴുവൻ ഈ കാക്കകൾ റാഞ്ചിക്കൊണ്ടുപോകും. അതിനാൽ തന്നെ 20 കൊല്ലം മുമ്പ് തന്നെ കെനിയയിലൊക്കെയുള്ള കാക്കകളെ വ്യാപകമായിട്ട് കൊല്ലാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു.
ഇത് ഒരു 2 മാസം മുമ്പാണ് കെനിയ അവിടെയുള്ള 10 ലക്ഷം ഇന്ത്യൻ ഹൗസ് ക്രോകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉള്ള നയപരമായിട്ടുള്ള തീരുമാനം എടുത്തത്. അതേപോലെ സൗദി അറേബ്യയും യമനും അതേപോലെയുള്ള ഗൾഫിലെ പല രാജ്യങ്ങളും ഇത്തരത്തിൽ കാക്കകളെ പെസ്റ്റായിട്ട് കണക്കാക്കി അവയുടെയൊക്കെ എണ്ണം നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. രസകരമായിട്ടുള്ളൊരു കാര്യം 1880-കളിലൊക്കെയാണ് ടാൻസാനിയോടൊക്കെ ചേർന്നിട്ടുള്ള സാൻസിബാർ എന്ന് പറയുന്ന ദ്വീപിൽ ആദ്യമായിട്ട് 3-4 കാക്കകൾ എത്തുന്നത്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരൊക്കെ വന്ന കപ്പലുകളിൽ അവരുടെ കൂടെ എത്തിയതായിരുന്നു അത്. സ്വാഭാവികമായിട്ടും ആ ദ്വീപിൽ കാക്കകൾക്ക് പേടിക്കാൻ ആരുമില്ലായിരുന്നു. അവയുടെ എണ്ണം പെരുകി ആ ദ്വീപിലുണ്ടായിരുന്ന മറ്റു പക്ഷികളിലെയൊക്കെ ഓടിച്ചു വിടുകയോ കൊല്ലുകയോ ചെയ്തു. അതുപോലെ ദ്വീപിലെ സൻസിബാർ വികസിക്കുന്നതോട് കൂടിയിട്ട് ആവശ്യത്തിലേറെ അവർക്ക് മനുഷ്യരുടെ വീടുകളിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകൾ ധാരാളമായിട്ട് കിട്ടാൻ തുടങ്ങി. അവയുടെ എണ്ണം പെരുകിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആ ദ്വീപിലുള്ള കാക്കകളുടെ എണ്ണം 15 ലക്ഷമാണ്. ലോകത്തിലെ ഏറ്റവും ഭീകരരായിട്ടുള്ള അപകടകാരികളായിട്ടുള്ള ഇൻവേസീവ് പക്ഷികളായിട്ട് ലോകത്തെ പല രാജ്യങ്ങൾ കണക്കാക്കുന്നത് ഇന്ത്യൻ ഹൗസ് ക്രോയെയാണ്. എന്നാൽ അവിടെ ഒരു തമാശയുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ കാക്കകളുടെ എണ്ണം കുറയുകയാണ്. അതുകൊണ്ട് ശ്രാദ്ധകർമ്മങ്ങൾ, അതായത് മരിച്ചവരുടെ മരണാനന്തര ചടങ്ങുകളും ബലികർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ബലിക്കാക്കകളെ ഇപ്പോൾ കാണാനില്ല. ബലിച്ചോറ് തിന്നാൻ കാക്കകൾ വരുന്നില്ല എന്നുള്ള വമ്പൻ പരാതി വേറെയും ഉണ്ട്. പക്ഷേ ഇന്ത്യക്കാരായാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളായിട്ട് ഇവർ നമ്മുടെ കൂടെയുണ്ട്. ഇവരുടെ ഒപ്പം ജീവിച്ച് വളർന്നവരാണ് നമ്മൾ. ഇവരില്ലാതെ നമുക്കൊരു കഥയുമില്ല. കാക്കകൾക്ക് നമ്മോടൊപ്പമല്ലാതെ ഒരു ജീവിതമില്ല. ഈ കാക്കകളൊന്നും കൊടുങ്കാട്ടിൽ ജീവിക്കുന്നവരുമല്ല. മനുഷ്യവാസ സ്ഥലങ്ങളോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിൽ ആണ് കാക്കകളുടെ ജീവിതം. എന്തായാലും ഇന്ത്യയിൽ ഒരുവിധം എല്ലാ മനുഷ്യരും കണ്ടിട്ടുള്ള പരിചയമുള്ള ഏക പക്ഷി കാക്കയായിരിക്കും. പല നഗരങ്ങളിലും ഇപ്പോഴും ആളുകളെ വിളിച്ചുണർത്തുന്നത് കാക്കകളുടെ ശബ്ദം തന്നെയാണ്. നമ്മുടെയൊക്കെ തലക്ക് കുത്തിയും ഇലക്ട്രിക് കമ്പിയിൽ ഷോക്കടിച്ച് ചത്ത് കിടക്കുന്ന സഹോദരങ്ങളുടെ അനുശോചന യോഗം കൂടിയും കയ്യിൽ നിന്നും കടയിൽ നിന്നും ഒക്കെ സാധനങ്ങൾ കട്ടുപറന്നും നമ്മുടെ തലയിലും ഉടുപ്പിലും ഒക്കെ തൂറി വെച്ചും ഇവർ നമുക്കൊപ്പം തന്നെ ജീവിക്കുന്നു. ഇതൊക്കെ ഇവരെ പറ്റിയിട്ടുള്ള പരാതി പരമ്പരകളാണെങ്കിലും ഇവരെ കൊണ്ട് വളരെയേറെ സഹായങ്ങളുമുണ്ട്. എന്തും തിന്നുന്ന ശീലക്കാരാണല്ലോ ഇവർ. ജീവനുള്ളതെന്നോ ചത്തതെന്നോ അഴുകിയതെന്നോ പഴയതെന്നോ ഉണങ്ങിയതെന്നോ എന്നൊന്നും ഒരു വ്യത്യാസവുമില്ല. പ്രാണികളും കീടങ്ങളും ചെറുരകങ്ങളും തുടങ്ങി എലി, തവള, ഒച്ച്, മണ്ണിര, മറ്റു പക്ഷികളുടെ മുട്ടകൾ, ധാന്യങ്ങൾ, പഴങ്ങൾ ഒക്കെ ഇവർ ഭക്ഷണമാക്കും. സ്വന്തം ശരീരഭാരത്തിൻ്റെ അത്ര തന്നെ ഭക്ഷണം ദിവസവും ഇവർ കഴിക്കും. കുരിരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോഴി, ചീത്തകൾ കൊത്തി വലിക്കുകയിലും ഏറ്റവും വൃത്തി വെടുപ്പെഴുന്നോൾ എന്നാണ് വൈലോപ്പള്ളി കാക്കയെ പറ്റിയിട്ട് പറയുന്നത്. ഇതുപോലെ കാക്കയെ പുകഴ്ത്തിയിട്ട് വേറെ ഒരു കവി എഴുതിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. കൂടാതെ അദ്ദേഹം തന്നെ കാക്കകളുടെ അനുരാഗ കേളികളെ പുകഴ്ത്തിയിട്ടും എഴുതിയിട്ടുണ്ട്. ആണിനെ കൊത്തി ചൊറിഞ്ഞിടുന്നു, നാണമിട്ടൂളിയാർന്നോടിടുന്നു, എന്തു പരീഭവം എന്തു നോട്ടം, വേലക്കു നിൽക്കും കറുത്ത പെണ്ണെ, കേളിക്കു നിന്നെയാർ കേമിയാക്കി എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ നഗരങ്ങളിലെയൊക്കെ ജൈവ മാലിന്യങ്ങൾ തിന്നു തീർക്കുന്നതിൽ പ്രധാന പങ്ക് കാക്കകൾക്കാണ്. 2010 ഒരു കണക്ക് പ്രകാരം ഇന്ത്യയിലെ നഗരങ്ങളിൽ 19 ദശലക്ഷവും ഗ്രാമങ്ങളിൽ 15 ദശലക്ഷവും കാക്കകളുണ്ട് എന്നാണ് ഒരു കണക്ക്. അതായത് ആകെ ഇന്ത്യയിൽ 34 ദശലക്ഷം കാക്കകൾ 2010 എന്ന്. അവ തിന്നു തീർത്ത് ഒഴിവാക്കുന്ന ജൈവ മാലിന്യങ്ങളുടെ അളവ് വളരെ വളരെ കൂടിയതാണ്. ഓരോ വർഷവും കാക്കകൾ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള മാലിന്യ സംസ്കരണമാണ് നടത്തുന്നത്. അതുപോലെ തൊട്ടരികിൽ വരെ വന്നിരിക്കാൻ ധൈര്യമുള്ള മറ്റ് പക്ഷികളൊന്നുമില്ല. പല പക്ഷികളെയും ഇവർ ഭയപ്പെടുത്തുകയും ചെയ്യും. പട്ടികളെയും കുരങ്ങന്മാരെയും ഒക്കെ ഇവർ തലക്ക് മേട്ടം കൊടുത്ത് ഓടിക്കുന്നത് കാണാം. കോർവസ് ജനുസിൽപ്പെട്ട ഈ പക്ഷിവർഗം മധ്യേഷ്യയിൽ പരിണമിച്ചുണ്ടായിട്ട് മനുഷ്യകുലത്തിൻ്റെ കൂടെ തന്നെ അവർ താമസിക്കുന്ന സ്ഥലങ്ങളോട് ചേർന്ന് തന്നെ ജീവിച്ച് പരിണമിച്ചവരാണ്. പിന്നീട് മനുഷ്യർ കപ്പൽ യാത്രകൾ ആരംഭിച്ചതോട് കൂടിയിട്ട് ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്ന കപ്പലുകളിൽ ഇവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തി. എന്തും തിന്ന് അതിജീവിക്കാനുള്ള കഴിവും അതേപോലെ തന്നെ സാമർഥ്യവും ബുദ്ധിവൈഭവവും കൂടാതെ എത്തിയ സ്ഥലങ്ങളിലൊക്കെയുള്ള ജീവികളിലൊന്നും ഇവർ ഭയപ്പെടേണ്ട ശത്രുക്കളാക്കാവുന്ന ഇരപിടിയന്മാരായിട്ടുള്ള ജീവികളുടെ എണ്ണം കുറവായതിനാലും തന്നെ ഇവരെത്തിയ സ്ഥലങ്ങളിലൊക്കെ അവരുടെ സാമ്രാജ്യം സ്ഥാപിച്ചു. ശരീര വലിപ്പമായിട്ട് തട്ടിക്കുമ്പോൾ ഏറെ വലിപ്പമുള്ള തലച്ചോറാണ് കാക്കകൾക്കുള്ളത്. മനുഷ്യർ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിശക്തിയുള്ള ജീവി കാക്കയാവും. തെക്ക് പടിഞ്ഞാറൻ ശാന്തസമുദ്രത്തിലുള്ള ന്യൂ കാലിഡോണിയയിലുള്ള ഒരു തരം കാക്കകളുണ്ട്. കോർവസ് മൊണേഡുലോഡിയസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധി പ്രകടിപ്പിക്കുന്നതായിട്ട് തെളിയിക്കപ്പെട്ടത് ഈ പക്ഷിയാണ്. മരംകൊത്തികളൊന്നുമില്ലാതെ ആ ദ്വീപിലെ മരപ്പൊത്തുകളിലും വിള്ളലുകളിലുമൊക്കെയുള്ള പ്രാണികളെയും പുഴുക്കളെയും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ കാക്കകൾ ഒരു പ്രത്യേക രീതിയാണ് ഉപയോഗിക്കുന്നത്. ചെടികളുടെ ചില്ലിക്കമ്പുകളൊക്കെ മുറിച്ചെടുത്ത് അതിൻ്റെ ഇലകളൊക്കെ നീക്കം ചെയ്ത് ഒരു പ്രത്യേക ഉപകരണം ഉണ്ടാക്കും. കൃത്യമായിട്ട് ആഴത്തിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രാണികളെയും പുഴുക്കളെയും കുത്തി ചിള്ളിയെടുക്കാനുള്ള ഒരു ഉപകരണം.
ഈ നീളം കമ്പുകൾ അവയുടെ കൊക്കിൽ കടിച്ചു പിടിച്ച് ചിള്ളി എടുക്കുന്നത് കണ്ടാൽ നമ്മൾ അമ്പരന്ന് പോകും. ചില സമയങ്ങളിൽ ഈ കമ്പുകൾ തന്നെ കൊക്ക പോലെ വളഞ്ഞ കൊമ്പുകളൊക്കെ കൃത്യമായിട്ട് മുറിച്ചെടുത്തിട്ട് അതുപയോഗിച്ചിട്ട് കൊളത്തി വലിച്ചെടുക്കുകയും കൂടി ഇവർ ചെയ്യും. മനുഷ്യരെ കൂടാതെ ആൾക്കുരങ്ങുകളും ആനകളും മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രത്യേക ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയുക്തമാകുന്ന വിധത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള ഭാവനയുള്ളവർ. ഈ ജീവപരിണാമഘട്ടങ്ങളിൽ ഉപകരണങ്ങളുടെ നിർമ്മാണവും ബുദ്ധിവികാസവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ശാസ്ത്രലോകം പ്രധാനമായിട്ട് ഈ കാക്കകളെയാണ് ഉപയോഗിക്കുന്നത്. വന്യതയിലൊക്കെ ഇവർക്ക് ഒട്ടും പരിചയമില്ലാത്ത ലോഹ കമ്പികളൊക്കെ നൽകിയപ്പോൾ അപ്പോൾ പ്രത്യേക വിധത്തിൽ അഗ്രം വളച്ച് കൊക്കകൾ ഉണ്ടാക്കിയിട്ട് ആഴമുള്ള ഗ്ലാസ് ഭരണിയുടെയൊക്കെ അടിയിൽ വെച്ചിരിക്കുന്ന മാംസം കൊളത്തിയെടുക്കുന്നതായിട്ട് നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഉപകരണം ഉപയോഗിച്ചിട്ട് മറ്റൊരു ഉപകരണം സമ്പാദിച്ച് നിരവധി ഘട്ടങ്ങളിലുള്ള സങ്കീർണമായിട്ടുള്ള മെറ്റൽ ടൂൾ രീതിയും ഇവർ വിജയകരമായിട്ട് ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ ശരിക്കും അമ്പരന്ന് പോകും. ഇടുങ്ങിയ ഗ്ലാസ് പാളികൾക്കിടയിൽ ഒരു മാംസകഷ്ണം ആഴത്തിൽ വെച്ചിട്ടുണ്ടാവും. അത് പുറമേ നിന്ന് കാണാം. അതെടുക്കണമെങ്കിൽ നീളമുള്ളൊരു കമ്പ് വേണം. അത്ര നീളമുള്ള ഒരു കമ്പ് ഒരു കൂടിനുള്ളിൽ ചരിവിൽ അടച്ചു വെച്ചിട്ടുണ്ടാവും. അതിന് പറ്റിയ ഒരു കമ്പ് മുകളിൽ കയറിൽ കെട്ടി കെട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് പരീക്ഷണത്തിനായിട്ട് ഇതൊന്നും അറിയാതെ ഒരു കാക്കയെ അവിടെ കൊണ്ടുവരുന്നു. കാക്കയെല്ലാം ഒരു പ്രാവശ്യം നോക്കിയതിന് ശേഷം ഒരു 8 വയസ്സുകാരനായ കുട്ടിക്ക് പോലും ആശയക്കുഴപ്പം ഉണ്ടാകുന്ന അല്ലെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും ട്രയൽ ചെയ്തെങ്കിലും നോക്കേണ്ടി വരുന്ന അതുപോലുമില്ലാതെ കൃത്യമായിട്ട് കാക്ക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ട് ആ മാംസകഷ്ണം എടുക്കുകയും ചെയ്തു. അതായത് ചെറിയ കമ്പ് അഴിച്ചെടുത്ത് വലിയ കമ്പ് അതിൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് അത് ഉപയോഗിച്ചിട്ട് മാംസകഷ്ണം അത് കൃത്യമായിട്ട് പുറത്തെടുത്തു. ആ ചെറിയ കമ്പ് ഉപയോഗിച്ചുകൊണ്ട് മാംസകഷ്ണം കിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ലോജിക്കലായിട്ട് അത് വളരെ വേഗം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിട്ട് ഇത് കൊത്തിയെടുക്കാൻ ഇത് ശ്രമിക്കുന്നേ ഇല്ല. കൊത്തി പൊട്ടിക്കാൻ വളരെ വിഷമമുള്ള വാൽനട്ട് പോലുള്ളവയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ടാർ റോഡിന് കൃത്യമായിട്ടുള്ള ഉയരത്തിൽ നിന്നും അത് കടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് താഴോട്ടിടും. അപ്പം അത് നിലത്ത് വീണ് പൊട്ടിക്കോളും. അധിക ഉയരത്തിൽ പോയി കഴിഞ്ഞാൽ ഇത് ചിതറിപ്പോകും എന്നും അതിനറിയാം. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഉയരത്തിലായിരിക്കും ഇതിൻ്റെ കവചം മാത്രം പൊളിയും നട്ട് ഇവർക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ ട്രാഫിക് ജംഗ്ഷനുകളിലൊക്കെ റെഡ് സിഗ്നൽ വരുമ്പോൾ കൃത്യമായിട്ട് വണ്ടികളൊക്കെ നിൽക്കുമെന്നറിയാം. അപ്പോൾ ഇവർ അതിൻ്റെ മുന്നിൽ ഇതുപോലെ പൊട്ടിക്കേണ്ട കുരുക്കളൊക്കെ കൊണ്ടിടും. വണ്ടി കടന്നുപോയ ഉടനെ തന്നെ ഇവയൊക്കെ വീണ്ടും അവ ശേഖരിക്കുകയും ചെയ്യും. അതുപോലെ എണ്ണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് 5 വരെയുള്ള എണ്ണം ഇവർക്ക് അറിയുമെന്നാണ് പരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. അത് ഓർത്തു വെക്കാനും അവർക്കാവും. ദാഹിച്ച് അലഞ്ഞ ഒരു കാക്ക കൂജയിൽ അടിയിൽ വെള്ളം കണ്ടപ്പോൾ ചരൽക്കല്ലുകൾ അതിൽ കൊത്തിയിട്ട് വെള്ളത്തിൻ്റെ നിരപ്പ് കൂട്ടി കൊണ്ടുവന്ന് അത് കുടിച്ച ഒരു കഥ, ഈ സോപ്പ് കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ കരുതുന്ന അതൊരു കഥ മാത്രമായിരിക്കുമെന്നാണ്. അത്ര വലിയ ബുദ്ധിയൊന്നും കാക്കക്ക് ഉണ്ടാവില്ല. അതായത് ഈ വെള്ളത്തിൽ കല്ലിട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ നിരപ്പ് കൂടി വരുമെന്ന് ഒരു 8 വയസ്സായ കുട്ടിയോട് ചോദിച്ചാൽ പോലും അവൻ അറിയണമെന്നില്ല. പക്ഷെ കാക്ക അത് കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. കൗശലക്കാരനായിട്ടുള്ള കുറുക്കൻ്റെയും അപ്പം വീതം വെച്ചിട്ട് മൊത്തം അകത്താക്കിയ കുരങ്ങൻ്റെയും ഒക്കെ കഥ പോലെയുള്ള വെറും കഥയല്ല ഇത്. 2009 എത്തോളജിസ്റ്റ് ആയിട്ടുള്ള നിക്കോള ക്ലൈറ്റൺ നടത്തിയ ചില പരീക്ഷണങ്ങൾ ഇതൊക്കെ കാക്കക്ക് വളരെ നിസ്സാരമാണ് എന്ന് തെളിഞ്ഞു. കൂടാതെ കാക്കകൾ ഉൾപ്പെടുന്ന കോർവിഡ് വിഭാഗത്തിലെ മറ്റു പക്ഷികൾക്കും ഇതേ കഴിവുണ്ട്. വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള സ്കില്ലും ഓർമ്മശക്തിയും ഒക്കെ പരിണാമഘട്ടത്തിൽ ഹിപ്പോകാമ്പസിൻ്റെയും അമിഗ്ഡലിയുടെയും വികാസം വഴിയാണ് കാക്കകൾ ഈ പ്രത്യേക കഴിവുകൾ ആർജിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കാക്ക വെറും കൂറപ്പക്ഷിയല്ലെന്ന് അർത്ഥം. അപ്പോൾ കാൽഡോണിയൻ കാക്കകൾ മാത്രമല്ല നമ്മുടെ നാട്ടിലെ കാക്കകൾക്കും നല്ല ബുദ്ധിയുണ്ട്. അപ്പോഴൊരു രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ബുദ്ധിയുള്ള എണ്ണാൻ വരെ അറിയുന്ന കാക്കയുടെ കൂട്ടിൽ കയറി മുട്ടയിട്ട് സ്കൂട്ടാവുന്ന കുയിലിൻ്റെ കാര്യമാണ് ഞാൻ ആലോചിക്കാറ്. കഷ്ടപ്പെട്ട് കൂട് കെട്ടി മുട്ടയിട്ട് തുടങ്ങുന്ന കാക്കയുടെ കൂട് കണ്ടുപിടിച്ച് തന്ത്രപരമായിട്ട് കാക്ക മുട്ടയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന സമയം നോക്കി അല്ലെങ്കിൽ കാക്കയെ മാറ്റി കൂട്ടിൽ കയറി മുട്ടയിട്ട് കുയിൽ സ്ഥലം കാലിയൊക്കെയാണ് ചെയ്യുക. അപ്പോഴൊരു ചതിയുണ്ട്. കാക്കക്ക് എണ്ണാൻ അറിയുമെന്ന് കുയിലിനും അറിയാം. അതുകൊണ്ട് തന്നെ എണ്ണം കൂടുതലായി കാക്കക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിലുള്ള കാക്ക മുട്ട തള്ളി പുറത്ത് കളഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കുയിലുകൾ അതിൽ മുട്ടയിട്ട് വെക്കുക. കാഴ്ചയിൽ സാമ്യമുള്ളതിനാൽ തന്നെ ഈ വ്യാജമുട്ട കാക്കക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. ഇവ വിരിഞ്ഞുണ്ടാകുന്ന കുയിലിൻ്റെ കുഞ്ഞും ആള് മോശക്കാരല്ല. അവയും ഈ കാക്കക്കുഞ്ഞുങ്ങളെ കൊന്നുകളിയും സ്വന്തം ശരീരം ഇടപെടാതെ വിറപ്പിച്ചും ഉയർത്തിയും താഴ്ത്തിയും കൂട്ടിലുള്ള മറ്റു മുട്ടകളെയോ കുഞ്ഞുങ്ങളെയോ തന്നെ തൻ്റെ മുതുകിലേക്ക് തള്ളിക്കയറ്റി പെട്ടെന്ന് പൊന്തി കൂട്ടിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് കളയും. ഭക്ഷണം പങ്കുവെച്ചു പോകാതെ തനിക്ക് തന്നെ കിട്ടാനുള്ള ഒരു സൂത്രമാണത്. ഈ കാക്ക കൊണ്ടുവരുന്നത് മുഴുവൻ ഒറ്റക്ക് തിന്നാലോ. പേനക്കാക്ക, കാവതിക്കാക്ക എന്നൊക്കെ പേരുള്ള കഴുത്തും നെഞ്ചും ഒക്കെ ചാരനിറത്തിലുള്ള വീട്ടുകാക്ക, അതായത് ഇന്ത്യൻ ഹൗസ് ക്രോ എന്ന് വിളിക്കുന്ന കോർവസ് പ്ലൻഡൻസ് ആണ് നമ്മുടെ നാട്ടിൽ സാധാരണമായിട്ട് കാണുന്ന കാക്ക. ഇന്ത്യൻ ഹൗസ് ക്രോ, ഇന്ത്യൻ ക്രോ, ഗ്രേ നെക്ക്ഡ് ക്രോ, സിലോൺ ക്രോ, കൊളംബോ ക്രോ എന്നൊക്കെ പല പേരുകൾ ഇതിനെ വിളിക്കാറുണ്ട്.
അവയേക്കാൾ അല്പം വലിപ്പം കൂടുതലും ശരീരം മുഴുവൻ നല്ല കടും കറുപ്പുള്ളതുമാണ് ബലിക്കാക്കകൾ എന്ന് നമ്മൾ വിളിക്കുന്ന കോർവസ് മാക്രോറൈൻകോസ് കൾമിനേറ്റ്സ് എന്ന് പറയുന്ന ഇനം. ഈ രണ്ടിനങ്ങളും സാമൂഹ്യ ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ്, ഒറ്റക്കൊറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. മാലിന്യങ്ങളൊക്കെ കൊത്തിത്തുന്നത് കൂടാതെ പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്ന, തന്ത്രപരമായിട്ട് ഒളിച്ചൊക്കെ വെക്കുന്ന സ്വഭാവക്കാർ കൂടിയാണ്. അത് ചിലപ്പോൾ നമുക്ക് വലിയ ശല്യം കൂടി ഉണ്ടാവും. 10 ചതുരശ്ര കിലോമീറ്ററോളം വിസ്താരത്തിലൊക്കെ ഇര തേടി നടക്കുന്നവരായിരിക്കും ഓരോ കാക്കക്കൂട്ടങ്ങൾ. അത്തരം കാക്കക്കൂട്ടങ്ങളിൽ 200 മുതൽ 1000 വരെ എണ്ണങ്ങളൊക്കെ ഉണ്ടാവും. ഈ അംഗങ്ങളെല്ലാം വൈകുന്നേരമാകുമ്പോഴേക്കും ഉയർന്ന ഒരു മരത്തിലോ മരക്കൂട്ടത്തിലോ ഒക്കെ ചേക്കേറാനായിട്ട് തിരിച്ചെത്തും. ചേക്കേറും മുമ്പ് തൊട്ടടുത്തുള്ള മൈതാനത്തിലോ അല്ലെങ്കിൽ മരങ്ങളിലോ ഒക്കെ കൂട്ടം ചേർന്നിരുന്ന് പരസ്പരം കശവിശ കൂടുന്ന ഒരു വലിയ സമ്മേളനം കൂടി ഉണ്ടാവും. എല്ലാവരും ഒന്നിച്ച് പ്രസംഗിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. അന്നത്തെ മുഴുവൻ കാര്യങ്ങൾ മുഴുവൻ എല്ലാവരും തമ്മിൽ ചർച്ച ചെയ്യുന്നതാണോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. പിന്നെ സ്വിച്ചിട്ടതുപോലെ സമ്മേളനം പിരിച്ചുവിടും. ചേക്കേറിയാലും പിന്നീടും മരങ്ങളിലൊക്കെ ചെറിയ ചെറിയ കശവിശകൾ പിന്നെയും കുറേ നേരത്തേക്ക് നമുക്ക് കേൾക്കാം. കാക്കയെ കൂടെ ഇവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്നുള്ള ഈ ചോദ്യപ്പാട്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടതാണ്. അപ്പോൾ പല പക്ഷികളെയും പോലെ ഇവരും കൂട് കെട്ടുന്നത് കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ പൊതുവായിട്ടുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് നമ്മളൊക്കെ വീട് വെക്കുന്നത് പോലെ പക്ഷികളൊക്കെ കൂട് പണിയുന്നത് അവർക്ക് താമസിക്കാൻ വേണ്ടിയാണെന്ന്. ഇണചേരൽ കഴിഞ്ഞ് മുട്ടയിടുന്ന സമയമാകുമ്പോൾ മാത്രമാണ് ഇവരൊക്കെ കൂട് കെട്ടുന്നത്. ഇവർ മരക്കൊമ്പിൽ പലതരം വസ്തുക്കൾ കൊണ്ട് കൂടുകൾ കെട്ടും. ലഭ്യമായ എന്തും എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ കാലത്ത് കിട്ടുന്ന പലതരത്തിലുള്ള പ്ലാസ്റ്റിക് കമ്പികൾ, നാരുകൾ, സ്പ്രിങ്ങുകൾ എന്ന് വേണ്ട എന്തും ഇവർ ഉപയോഗിച്ച് കളയും. കൂട് കെട്ടുന്ന ആ കാലത്ത് ഇവർ ഏകാന്ത പ്രണയിനികളായിരിക്കും. ആ കാലത്ത് മാത്രം ഇണകളുമായിട്ട് ചേർന്ന് ജീവിക്കാനാണ് ഇവർക്ക് ഇഷ്ടം. കൂട്ടത്തിൽ നിന്നും വിട്ടിട്ട് തനിച്ചിട്ടാണ് ഇവർ കൂട് കെട്ടുക. ഒരു മരത്തിൽ ചിലപ്പോൾ ഒന്നിലധികം കൂടുകളുണ്ടാവും. അത് ചേക്കേറുന്നിടത്ത് തന്നെ ആകണമെന്നില്ല. ചാര നിറമുള്ള പുള്ളികളോട് കൂടിയ നീല നിറത്തോടുള്ള മനോഹരമായിട്ടുള്ള മുട്ടകളാണ് കാക്കകളുടേത്. വിരിഞ്ഞിറങ്ങുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് പറക്കമുറ്റിയാലും മാസങ്ങളോളം ഭക്ഷണവും സ്നേഹവും കരുതലും ഒക്കെ ഈ കാക്കക്കുടുംബങ്ങൾ നൽകും. ആ ഒരു കൂട്ടത്തിലെ ഏത് കാക്കയുടെ കുഞ്ഞിനെ ആരാക്രമിച്ചാലും ഇവർ സംഘമായിട്ട് നേരിടാനും സന്നദ്ധമാവും. പെൺകാക്കകൾ 3 വർഷം കൊണ്ടും ആൺകാക്കകൾ 5 വർഷം കൊണ്ടുമാണ് പ്രായപൂർത്തിയാകുന്നത്. മുൻവർഷം വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളും കൂട് കെട്ടാനും കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാനും ഒക്കെ ഈ മാതാപിതാക്കളെ സഹായിക്കുകയും ചെയ്യും. വളരെ കൗതുകരമായിട്ടുള്ളൊരു കാര്യമാണത്. ഇണചേരലും മുട്ടയിടലും ഒക്കെ ഡിസംബർ തൊട്ടിട്ട് ജൂൺ വരെയുള്ള കാലയളവിലാണ് സാധാരണയായിട്ടുണ്ടാകുക. 3 മുതൽ 9 മുട്ടകൾ വരെ ഇവയിടും. 20 വർഷം വരെയൊക്കെയാണ് കാക്കയുടെ സ്വാഭാവികമായിട്ടുള്ള ആയുസ്സെങ്കിലും അത്തരത്തിൽ സ്വാഭാവികമായിട്ട് മരിച്ച കാക്കകളെ നമ്മൾ കാണാറേയില്ല. പലപ്പോഴും ഷോക്കടിച്ചിട്ടും ഒക്കെ ഇലക്ട്രിക് കമ്പികളിൽ ഞാന്ന് കിടക്കുന്ന കാക്കകളാണ് ചത്തിട്ട് നമ്മൾ കാണാറ്. അത്തരം അപകടങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ ശബ്ദരൂഷിതമായിട്ടുള്ള പ്രതിഷേധങ്ങളും ആവലാതികളും കരച്ചിലും കൂട്ടം കൂടലും ഒക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ കാക്കകളുടെ എണ്ണം കുറവുണ്ട് എന്ന് പലരും പറയാറുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ടുള്ളൊരു ഡാറ്റയൊന്നുമില്ല. പല സംസ്കാരങ്ങളിലും കാക്കകൾ പരേതാത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിയാണ്. നമ്മുടെ നാട്ടിലും ബലിക്കാക്കകൾ എന്ന് പറയുന്നത് പണ്ടെപ്പോൾ മരിച്ച കാരണവന്മാരും പിതൃക്കളും ഒക്കെ ഈ കാക്കകളുടെ രൂപത്തിൽ വന്നിട്ട് ബലിച്ചോറുണ്ണുന്നു എന്നാണല്ലോ നമ്മുടെ വിശ്വാസം. അവർക്കും ചോറ് നൽകുന്നു എന്നുള്ള അർത്ഥത്തിലാണല്ലോ ഈ വാവ് ബലിയൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മരണത്തിൻ്റെയും അപശകുനത്തിൻ്റെയും ആത്മാവിൻ്റെയും ഒക്കെ ചിഹ്നമായിട്ട് കഥകളിലും സിനിമകളിലും ഒക്കെ കാക്കകൾ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ പലതരത്തിലുള്ള ചൊല്ലുകൾ കാക്കകളുമായിട്ട് ബന്ധപ്പെട്ട് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നൊക്കെയുള്ള തരത്തിലുള്ള ചൊല്ലുകളുണ്ട്. എന്താണ് കൊക്കായാൽ എന്താണ് മെച്ചം എന്നുള്ളൊരു ചോദ്യമുണ്ട്. വെളുക്കുമോ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതുപോലെയാണ് പല വിശ്വാസങ്ങളും. ഒറ്റക്കാക്ക കുളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വലിയ അപകടം വരും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതുപോലെ കദളിവാഴ കയ്യിലിരുന്ന് കാക്ക വന്ന് വിരുന്ന് വിളിച്ചാൽ അന്ന് വിരുന്നുകാരൻ വരും എന്ന് വിശ്വസിച്ചിരുന്നു പലരും. പക്ഷേ ഇപ്പോഴതൊന്നും ആരും കാര്യമാക്കി എടുക്കാറില്ല. അതുപോലെ കാക്കയുടെ ചെരിഞ്ഞു നോട്ടം വളരെ പ്രശസ്തമാണ്. കാക്കയ്ക്ക് ഒരു കണ്ണ് കണ്ടുകൂടാ, അതുകൊണ്ടാണ് അവ ചെരിഞ്ഞു നോക്കുന്നത് എന്നാണ് വിശ്വാസം. ശ്രീരാമൻ ചിത്രകൂടത്തിൽ സീതാദേവിയുടെ മടിയിൽ തല വെച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ഇന്ദ്രപുത്രനായിട്ടുള്ള ജയന്തൻ കാക്കയുടെ രൂപത്തിൽ വന്ന് സീതയെ കൊത്തി മുറിവേൽപ്പിച്ചു എന്നാണ് കഥ. രാമൻ്റെ ഉറക്കത്തിന് ഭംഗം വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വേദനയൊക്കെ സഹിച്ച് സീത ഇരുന്നു എന്നും ഉറക്കമുണർന്ന രാമൻ കാണുന്നത് ചോരയൊലിച്ച് നിൽക്കുന്ന സീതയാണ്. അപ്പോഴാണ് കാരണക്കാരനായിട്ടുള്ള കാക്കയെ തൊട്ടടുത്ത് കണ്ടത്. ഉടനെ തന്നെ ആ കിടന്ന കിടപ്പിൽ നിന്നും തൊട്ടരികിലുള്ള പുല്ല് പറിച്ചിട്ട് എറിഞ്ഞെന്നും അതുകൊണ്ട് കണ്ണ് പൊട്ടിപ്പോയി എന്നുമാണ് കഥ. അതായത് വല്ലവന് പുല്ലും മതി ഒരു ആയുധമായിട്ട് എന്ന്. വളരെ സൂക്ഷ്മമായും ശ്രദ്ധയോടെയും പരിസരം നിരീക്ഷിക്കുന്ന ശീലക്കാരാണ് കാക്കകൾ. കാഴ്ചകളെയും വ്യക്തികളെയും ഒക്കെ ഓർത്തു വെക്കാനുള്ള അപാരമായിട്ടുള്ള കഴിവുള്ളവരാണ് കാക്കകൾ. ആളുകളുടെ മുഖം ഇത്ര കൃത്യമായിട്ട് ഇവ എത്രയോ കാലങ്ങൾക്ക് ശേഷവും ഓർത്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നറിയാനുള്ള ഗവേഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടെന്നോ അവയുടെ കൂട് തകർക്കുകയോ കുഞ്ഞുങ്ങളെ കൊന്നോ എന്നോ അവർ കരുതുന്ന ഒരാളുടെ മുഖം വളരെയധികം ആളുകളുടെ ഇടയിൽ നിന്നും അവർക്ക്
ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ വീടിന് മുമ്പിലുള്ള മാവിൻ്റെ മുകളിലെ കാക്കക്കൂടിൽ നിന്നൊരു കാക്കക്കുഞ്ഞ് താഴെ വീണു. ആ ചെറുപ്പത്തിലെ ആ പക്ഷിസ്നേഹം കൊണ്ട് ഞാൻ ഓടിപ്പോയി ആ കാക്കക്കുഞ്ഞിനെ കയ്യിലെടുത്തതേ ഓർമ്മയുള്ളൂ. ഒരു കൂട്ടം കാക്കകൾ എന്നെ വന്ന് ആക്രമിച്ച് ഓടിച്ചു. അതുമാത്രമല്ല, എത്രയോ കാലം പിന്നെ സ്കൂളിൽ പോയിട്ട് എനിക്ക് തിരിച്ചു വരുമ്പോൾ എന്നും എന്നെ കാത്ത് ഈ കാക്ക നിൽക്കുമായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഘാംഗങ്ങളൊക്കെയും കൂടിച്ചേർന്ന് അനുതാപവും ആശങ്കയും ഒക്കെ പ്രകടിപ്പിക്കും. ഈ വീഡിയോ എടുക്കുമ്പോൾ മുഴുവൻ എൻ്റെ തൊട്ടടുത്ത് കാക്കകളിങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തോ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഭയന്ന്. 250ഓളം വ്യത്യസ്തമായിട്ടുള്ള കരച്ചിൽ ശബ്ദങ്ങളിലൂടെ ആശയവിനിമയം നടത്താനുള്ള വലിയൊരു കഴിവ് കാക്കകൾക്കുണ്ട്. കൂട്ടത്തിലെ മറ്റംഗങ്ങളോട് ഉയർന്ന ഒച്ചയിലും അതേസമയം കുടുംബാംഗങ്ങളോട് താഴ്ന്ന ഒച്ചയിലും ഒക്കെ ഈ കാക്കാ ശബ്ദത്തിൽ പലതരത്തിലുള്ള ആശയവിനിമയം ഇവർ നടത്തും. ഈ ശബ്ദത്തിൻ്റെ വ്യത്യസ്ത സാധ്യതകൾ ഇവർ ഉപയോഗിക്കും. അതിൻ്റെ കുഞ്ഞുങ്ങളെ അപായപ്പെടുത്തിയ ആളെ എത്ര വലിയ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും തിരിച്ചറിയാൻ ഇവർക്ക് പറ്റും. അപ്പോൾ ചൈനക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ തിരിച്ചറിയാൻ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുഴങ്ങും. അതായത് എല്ലാവരുടെയും മുഖം ഏകദേശം ഒരേപോലെയാണ് നമുക്ക് തോന്നുക. ഈ ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് ഒരാളെ തിരിച്ചറിയുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ആ കാക്ക ഇത്തരത്തിലുള്ളൊരു വ്യക്തിയുടെ മുഖം ഓർത്തിരിക്കുന്നത് എന്നുള്ളത് പുതിയ പഠന വിഷയമാണ്. ഇവയെ മുഖത്തിൻ്റെ ചിത്രം തന്നെയാണ് മനസ്സിൽ ഓർത്തു വെക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് മുഖം മൂടിയൊക്കെ ഇട്ട് വന്നപ്പോൾ ആ ആളെ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ ചെറിയ ജീവികൾ തൊട്ടിട്ട് വലിയ സസ്തനികൾ വരെയുള്ള പലതരത്തിലുള്ള നമുക്ക് ചുറ്റുമുള്ള ജീവികളെ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.